എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൽ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രചനയും അതേപോലെ തന്നെ മഞ്ജിമയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ രചന മഞ്ജിമയുടെ കാല് പിടിച്ച് പറയുകയാണ്, എങ്ങനെയെങ്കിലും ആദ്യം പുറത്തിറക്കണം, എന്നെ കൊണ്ട് അത് പറ്റുള്ളൂ, എനിക്ക് എൻ്റെ മോനെ വേണം. മഹേഷ് ഇപ്പം എൻ്റെ മോളെയും മോനെയും പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനും കാരണമായി ഇഷിതയാണ്. പക്ഷേ എൻ്റെ മോനെ വിട്ടുകൊടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അവൾക്ക് ഇപ്പോഴത്തെ ഒരു കുഞ്ഞ് ജനിക്കാനായിട്ട് പോവുകയാണ്. അവൾ എന്നോട് എന്തിനാണ് ഇങ്ങനൊരു ദ്രോഹം ചെയ്തത്? എൻ്റെ മോനെയും കൂടി അവൾ എന്തിനാണ് പിടിച്ചെടുത്തത്? ഇങ്ങനൊരു ദ്രോഹം അവൾക്ക് എന്നോട് എങ്ങനെ ചെയ്യാനായിട്ട് തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് രചന ഇരുന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ എടുത്തു വായിക്കാൻ ഈ നമ്മുടെ മഞ്ജിമ പറയുകയാണ്, എനിക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും രചന, എനിക്കതിലൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല, നിനക്കേ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. കാരണം എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടണം. അല്ലെങ്കിൽ കോടതിയിൽ ഈ ആകാശ് പറഞ്ഞിട്ടുണ്ട് അവൻ വയലൻ്റ് ആയ ഒരു കുട്ടി തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് അവന് ആരെയും ഉപദ്രവിക്കും എന്ന രീതിയിലാണ് ആകാശ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് സത്യമാകുന്ന രീതിയിൽ നീ അവിടെ പ്രവർത്തിച്ചാൽ മാത്രം മതി. അവിടെ ആദിക്ക് മനസ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെല്ലാം ചെയ്യണം. നീ അവനൊരു ഉപദ്രവക്കാരനെന്നൊക്കെ വരുത്തി തീർക്കണം. അങ്ങനെ ഒരു കാര്യം വരുത്തി തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദിക്ക് ഭയങ്കരമായിട്ട് അരിശം കയറും. കാരണം ചെയ്യാത്ത കുറ്റം അവൻ്റെ തലയിൽ ആരോപിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവനെ അത് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. അവൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. അപ്പം അതുപോലെ തന്നെ നീ അവനെങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തിറക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര രീതിയിൽ ഇങ്ങനെ കരയണം. എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരി, എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചാൽ പോരാ, എൻ്റെ മകൻ എനിക്ക് കിട്ടണം. ആ വീട്ടിൽ നിന്ന് അവനെ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ നീ ചോദിക്കുന്ന എന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ മഞ്ജിമേനോട് തീർച്ചയായിട്ടും, കാരണം എനിക്കിനി പിടിക്കപ്പെട്ടാലെന്നുള്ളൊരു പേടിയൊന്നും എനിക്കില്ല. പിടിക്കപ്പെട്ടാലെന്ത്, പിടിക്കപ്പെട്ടില്ലെങ്കിൽ എന്ത്, എനിക്ക് ആരുടെ അവതാരത്തിൽ ജീവിക്കേണ്ട കാര്യവും ഇല്ല. എനിക്കറിയാം അന്തസ്സായിട്ട് ജീവിക്കാൻ എങ്ങനെയാണെന്ന്. അതുകൊണ്ട് എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കാം രചന. അവനെ ഞാൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കാം. അല്ലെങ്കിൽ നീ ഇഷിതയുടെ മുന്നിൽ തോറ്റു പോകുന്ന എനിക്ക് മനസ്സിലായി. അതേ മഞ്ജിമ, ഞാൻ ഇഷിതയുടെ മുന്നിൽ തോറ്റു പോകുന്നതിന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ മോനെ എങ്ങനെയും ഇറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രചന കയറി പോവുകയാണ്. മഞ്ജിമയാണ് രണ്ടും കൽപ്പിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് മാധവൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ മനസ്സിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിൽ ചോദിക്കണം, എന്താടാ നിൻ്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് നീ പിന്നാലെ പോയതാണല്ലോ, ഇപ്പം എന്തിനാണ് ഈ വീട്ടിലേക്ക് കടന്നു വന്നതെന്ന് ചോദിച്ചപ്പോൾ അതെ, ഇവിടെ കയറി താമസത്തിന് വേണ്ടി വന്നതല്ല, ഞാൻ ചില കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി തന്നെയാണ് വന്നത്. ഓ, അവൻ ഭാര്യയുടെ കാര്യത്തുമ്പും തൂങ്ങിയിട്ട് പോയിരിക്കുന്നു. എടാ നിനക്ക് അതിനൊക്കെ പറ്റുള്ളടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ എന്തിനാ വന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോടാ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്തിനാ ഇഷിതയുടെ പിന്നാലെ നടക്കുന്നത്? ഇനി മേലെ നിങ്ങളുടെ ഇഷിതയുടെ പിന്നാലെ നടന്നു പോകരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓഹോ അത് ശരി, അപ്പോൾ അവള് പറഞ്ഞയച്ചിട്ട് വന്നതാണ് നീ ഇങ്ങോട്ടല്ലേ? എന്നോട് ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ? നീ ഈ കുടുംബത്തിൽ ഒരു ബന്ധവും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിട്ട് പോയല്ലേ, പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നതെന്ന് ചോദിക്കണം. വേണ്ട, ഇഷിത ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോവുകയാണ്. ആ സമയത്ത് അവൾക്ക് സ്ട്രെസ്സ് വരുത്തി വെക്കരുത്. അവളെ എന്തിനാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത്? നിങ്ങൾ എന്നിട്ടല്ല പ്രശ്നം, നിങ്ങളത് എന്നോട് തീർത്തോ. പക്ഷേ ഇഷിതയെ വെറുതെ വിട്ടേക്കണം. ഇപ്പോൾ എൻ്റെയും ലയയുടെയും ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കാ പിന്നെ നിൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞോ? അവൾ പ്രസവിക്കാനൊന്നും പോകുന്നില്ലടാ. എടാ ഞാനേ ഇഷിതയ്ക്ക് ഒരു അമ്മയാകാൻ പോകുന്നതിന് മുമ്പ് തന്നെ ലയ ഒരു അമ്മയായി കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ആളാണ് ഞാൻ. പക്ഷേ ആ സമയത്തൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടായിട്ടില്ല. പിന്നെയാണ് ഇപ്പോൾ ഉണ്ടാകാനായിട്ട് പോകുന്നത്. അവള് പ്രസവിക്കാനും പോകുന്നുമില്ല, നീ ഒരു അച്ഛനാകാനായിട്ട് പോകുന്നുമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ടും കാലി വരികയാണ്. നിങ്ങൾ ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുത്. മിണ്ടിയത് എന്ത് ചെയ്യടാ? നീ എന്നെ തല്ലടാ. നീ എനിക്ക് അത്രയ്ക്കും ധൈര്യമുണ്ടോ? ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ തല്ലടാ. നിങ്ങളെയൊക്കെ തല്ലിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ വരെ നാറും. അതുകൊണ്ട് എനിക്ക് ആ പ്രവർത്തനം ചെയ്യാനായിട്ട് താല്പര്യമില്ല. പക്ഷേ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇനി മേലെ ഇഷ്ടരെ പിന്നാലെ നടക്കാനായിട്ട് പാടില്ല. അങ്ങനെ നടന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം നിങ്ങൾ ശരിക്കും അറിയും. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്ന ആരെ കണ്ടാലും നിങ്ങൾക്ക് കുശുമ്പും കുന്നായ്മയാണ്. അവരുടെ ജീവിതം തകർക്കണമെന്ന് മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തികളെല്ലാം ചെയ്തു കൂട്ടുന്നത്. എനിക്ക് മനസ്സിലായ കാര്യമാണ്. കണ്ടില്ലേ, ഞാൻ ഡീഅഡിക്ഷൻ സെൻ്ററിലായപ്പോൾ എൻ്റെ മനസ്സമാധാനം കെടുത്താൻ വേണ്ടി നിങ്ങൾ അവിടെ വന്നു. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? എനിക്ക് മനസ്സമാധാനം, ഞങ്ങളുടെ കുടുംബം തകർക്കുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് നടക്കുകയാണ്. അതേപോലെ തന്നെ ഇഷിതയുടെയും അവർ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. നിങ്ങൾക്കെതിരായിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യാൻ വേണ്ടി ഇഷിത വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. കടന്നു പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. നീ ഇനി മേലെ വീട്ടിലേക്ക് കടന്നു കയറി പോയത്. അതെ, പോകാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. പക്ഷേ ഇനിയും അവളുടെ പിന്നാലെ നടന്നു വന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ എൻ്റെ തനി സ്വഭാവം അറിയും നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ് നമ്മുടെ മാധവ്. അപ്പം മാധവ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ
മനസ്സിനിങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്. അവൻ ലയേർഡ് ജീവിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ ഇഷിത തന്നെയാണ്. അതുകൊണ്ടാണ് അവൻ ഇപ്പം ഇങ്ങോട്ട് വന്നത്. ഇഷിതയെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പണി ഒപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനിങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ ചിപ്പി മോളെ പഠിപ്പിക്കുകയാണ് ഇഷിത. അപ്പോൾ ഇഷിത ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇഷിത പറയാണ്, മോളിനി പോയി അകത്ത് പോയിരുന്നു പഠിച്ചോ. അമ്മേ എന്താ അമ്മേ കുഞ്ഞാവ് ഉറങ്ങിയോ എന്ന് ചോദിച്ചപ്പോഴേക്കുമേ കുഞ്ഞാവ് ഉറങ്ങിയൊന്നുമില്ല. എങ്ങനെ ഉറങ്ങാനാ? ഈ ചിപ്പി മോളുടെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞാവയ്ക്ക് ഉറങ്ങാനായിട്ട് സാധിക്കോ? ചിപ്പി ചേച്ചിയുടെ സൗണ്ട് കേട്ടോണ്ടിരിക്കുകയല്ലേ എൻ്റെ കുഞ്ഞാവ എന്നിങ്ങനെ പറയുമ്പോഴാണ് പെട്ടെന്നൊരു കോള് വരുന്നത്. ആരാ അമ്മേ? ഡാഡിയാണോ എന്ന് ചോദിക്കുകയാണ്. അല്ല മോള് പോയിക്കോ. അങ്ങനെ മോള് ചിപ്പി അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ അത് മനസ്സിനായിരുന്നു. ഹലോ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഓ എടി നിനക്ക് വേറൊരു പണിയില്ലടി, നീ എന്തിനാടി? നീയും ഈ മാധവൻ തമ്മിലുള്ളൊരു ബന്ധവും തീർന്നിട്ടില്ലല്ലേ? അവൻ നിന്നെ കാണാൻ വരികയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ? അനാവശ്യം പറയാൻ നിൽക്കരുത്. നിങ്ങളുടെ മകനും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്തിനാടി അവൻ എൻ്റെ മുന്നിലേക്ക് വന്ന് നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു വെക്കുന്നത്? നിനക്ക് ശല്യപ്പെടുത്തരുത്, നിന്നെ സമാധാനത്തോടെ ജീവിക്കാനായിട്ട് അനുവദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവൻ എന്തിനാടി എൻ്റെ അടുത്തേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കണം. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മോനോട് ചോദിക്കണം. അല്ലാതെ ഞാനും മാധവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങളായിട്ട് എന്തിനാണ് നിങ്ങളുടെ മകൻ്റെ ജീവിതവും കൂടി ഇനി തകർക്കാനായിട്ട് നോക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി ജീവിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും മനസ്സിനെ അവിടെ പറയണേ, എടി നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതിൻ്റെ അഹങ്കാരമാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കുഞ്ഞ് ജനിച്ചാലല്ലേ എടി ഞാനിതിനെല്ലാത്തിനും പകരം വീട്ടോട് നിന്നെ സമാധാനത്തോടെ ജീവിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ലടി. നിൻ്റെയും മാധവിൻ്റെയൊക്കെ അവഹിതമൊക്കെ ഞാൻ പുറത്തിറക്കുന്നുണ്ടേ. അവൾ മഹേഷിൻ്റെ കൂടെ ജീവിക്കുന്നുള്ളെങ്കിലും മാധവാണ് അവളുടെ മനസ്സിൽ മുഴുവൻ എന്നൊക്കെ അനാവശ്യമായ രീതിയിൽ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് കലി വരികയാണ്. ഇഷിതയ്ക്ക് അപ്പോഴും പെയിനും വരുന്നുണ്ട് വയറ്റിൽ. ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇഷിതയ്ക്ക് അപ്പം വയറുള്ള പെയിനും വരും. അപ്പോഴേക്കും ഇഷിത നിങ്ങൾ വെച്ചിട്ട് പോയിക്കോ, നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ചോദിക്കാൻ വരുന്നുണ്ട്, ഞാനും മഹേഷിനും കൂടി വരാം. അപ്പോഴേക്കും നിങ്ങൾ മകനെയും നിങ്ങളുടെ മരുമകളെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്ത്. അവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് സകല സത്യങ്ങളും തെളിയിച്ച് ഞാൻ തന്നേക്കാം. നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കണം. അപ്പോഴേക്കും ഇഷിതയ്ക്ക് വേദന കൂടി. മോളെ ചിപ്പി എന്ന് പറഞ്ഞ ഒച്ചത്തിലൊരു വിളിയാണ്. മോളെ ചിപ്പി ഓടി വാ മോളെ എന്ന് പറഞ്ഞപ്പോഴേക്ക് ചിപ്പി ഓടി വരിക. ഇവിടുന്ന് അയ്യോ അമ്മ എന്ത് പറ്റി അമ്മ എന്ത് പറ്റി മോളെ? അമ്മയ്ക്ക് വല്ലാതെ വേദനിക്കുന്നു മോളെ അതെ അമ്മയൊന്ന് സഹായിക്കുമ്പോഴതെ അമ്മ ഇവിടെ ഇരിക്കുക അമ്മേ, ഞാൻ അപ്പച്ചിയെ വിളിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഇഷിതയെ അവിടെ പതിയെ ഇരുത്തുക. അങ്ങനെ ഇരുത്തി കഴിഞ്ഞ് നമ്മുടെ ചിപ്പിയാണെങ്കിൽ അപ്പയെന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളിയാണ്. അപ്പോൾ ദേ വരുന്നു നമ്മുടെ മഞ്ജിമ. അപ്പോൾ മഞ്ജിമയ്ക്ക് കലിയും വരികയാണ്. നിങ്ങോട്ട് വാ അപ്പേ, എനിക്ക് ഇത്രയൊക്കെ നടക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇത് കണ്ടു അപ്പം അമ്മയ്ക്ക് ഭയങ്കര വേദനയാണെങ്കിൽ ഇപ്പം ഞാനെന്ത് ചെയ്യണം? എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വല്ല ഗ്യാസ് കയറിയതായിരിക്കും, അല്ലാതെ ഡേറ്റ് ഒന്നും ആയിട്ടില്ലല്ലോ എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും അമ്മ വേദന കൊണ്ട് പൊളയാണ് അപ്പേ, എനിക്ക് പേടിയാവുന്ന അപ്പേ. പക്ഷേ ഇതെന്തൊരു കഷ്ടമാണ്, എന്ത് പേടിയാവുന്നതാണ് ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കാം. അപ്പോഴേക്കും മഞ്ജിമയ്ക്ക് ഒരു കോള് വരികയാണ്. പെട്ടെന്ന് തന്നെ ആ കോൾ എടുത്തോട്ട് നേരെ പോവുകയാണ്. അപ്പോൾ ഈ ചിപ്പിക്കാണെങ്കിൽ കലിയും വരുന്നുണ്ട്. അമ്മ എനിക്കിപ്പോൾ എന്ത് അമ്മയ്ക്ക് വേദന എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദ്യ വരികയാണ്. അപ്പോൾ ആദ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചിപ്പിക്ക് ഭയങ്കര ആശ്വാസം തോന്നി. ആദ്യമായിട്ട് അമ്മയ്ക്ക് എന്തോ സംഭവിച്ചു ആദ്യമായിട്ടാന്ന് പറയാം. അപ്പോൾ ആദ്യമാണെങ്കിൽ ഇപ്പോൾ ബാഗൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഓടിച്ചെല്ലുകയാണ്. അയ്യോ ഇഷിതാമ്മേ എന്ത് പറ്റി ഇഷിതാമ്മേ? അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. ഇഷിതാമ്മ ഞാൻ ഡാഡിയെ എപ്പോൾ തന്നെ വിളിക്കാം. അയ്യോ മോനെ ഡാഡിയെ വിളിക്കണ്ട, അതെ ഇഷിതാമ്മയ്ക്ക് കുറച്ച് ചൂടുവെള്ളം മതി. ഇഷിതാമ്മ പറഞ്ഞ കേക്ക് ഇഷിതാമ്മ, ഞാൻ ഡാഡിയെ വിളിക്കാം. ഇല്ല, ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മാറും. ഈ സമയത്തൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് വേദന വരാറുള്ളതാ. മോൻ പോയി ചൂടുവെള്ളം എടുത്തിട്ട് വാ. അങ്ങനെ നമ്മുടെ ആദ്യമാണെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോയി കുറച്ച് ചൂടുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇഷിതാമ്മ ഇത് കുടിക്കാനുള്ള ചൂടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ട് ആ വെള്ളം കൂടെ കുടിക്കുക. വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചിങ്ങനെ ആശ്വാസം തോന്നുകയാണ് ഇഷിതയ്ക്ക്. ഇഷിതാമ്മ ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ ഡാഡിയെ വിളിക്കട്ടെ? വേണ്ട, ആശ്വാസമായി. ഇഷിതാമ്മ പറഞ്ഞ സത്യം തന്നെയാന്നേ, എനിക്ക് ആശ്വാസമായി. എങ്കിലേ ഇഷിതാമ്മ ഇവിടെ നിൽക്കല്ലേ, നമുക്ക് അതെ ആ ബെഡിൽ പോയി കിടന്ന് ഇഷിതാമ്മ എന്ന് പറയാണ്. വാ ഇഷിതാമ്മേ വന്ന് കിടക്കാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇഷിതയെ പതിയെ താങ്ങിക്കൊണ്ട് ആ ബെഡിലോട്ട് ഇരുത്തുകയാണ്. ഈ പിള്ളേരുടെ ഒരു കാര്യം ഇഷിതാമ്മേ, സത്യമാണല്ലോ വേദന കുറഞ്ഞല്ലോ? അതേ മോനെ, എൻ്റെ വേദനയൊക്കെ കുറഞ്ഞൂന്നേ. അല്ലെങ്കിൽ ഞാൻ ഡാഡിയെ വിളിക്കാം. അയ്യോ ഡാഡിയെ വിളിക്കരുത്, എൻ്റെ വേദന കുറഞ്ഞു. ശരി, വേദന കുറഞ്ഞെങ്കിൽ ഡാഡിയെ വിളിക്കുന്നില്ല. ഇഷിതാമ്മ ഇവിടെ കിടക്കട്ടോ, ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നേരെ അങ്ങോട്ട് പോവാം. നേരെ മഞ്ജിമയുടെ റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ മഞ്ജിമയാണെങ്കിൽ സെൽഫിയൊക്കെ എടുത്തിട്ട് ആ അജിത്തിന് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുക. ആ സമയത്താണ് ഡോറിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. എനിക്കൊന്നും യാതൊരു പണിയില്ല, ഇന്ന് ഇഷിത പ്രസവിച്ചോ എന്നിങ്ങനെ ചിന്തിച്ച് മഞ്ജിമ കഥക് തുറക്കുക. മഞ്ജിമ കഥ വന്നിട്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അതെ
ഒരു ഗർഭിണിയായ സ്ത്രീ വേദന കൊണ്ട് പൊളയുമ്പോൾ അവർക്കൊരു സഹായം പോലും ചെയ്യാതെ ഇവിടെ കിടന്ന് സല്ലപിക്കുകയാണ് നിങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എടാ നിന്റെ അമ്മയ്ക്ക് വയറുവേദന മുതൽ വല്ല ഗ്യാസ് ആയിരിക്കും അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യാനാണെന്നോ? നിങ്ങൾക്കപ്പോൾ ഒരു കോള് വന്നു, നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു ചൂടുവെള്ളം കൂടി ഉണ്ടാക്കി കൊടുക്കാറില്ല. ആ ഒരു മനസ്ഥിതി പോലും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. എടാ ചെറുക്ക എന്നെ എടുക്കുന്നത് ചുമ്മാ വേഷം കെട്ടാൻ നിൽക്കരുതേ, നീ പാടാ നിന്റെ പാടും നോക്കി, ഞാനങ്ങനെ പോകുന്നില്ലെങ്കിലോ. നിങ്ങൾക്കപ്പോൾ കോള് വന്നത് നിങ്ങളുടെ മറ്റവനെ വിളിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യം തുടങ്ങി. എടാ അനാവശ്യം പറയാൻ നിൽക്കരുത്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? നീ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യടാ, ചെയ്യും, എല്ലാവരും ഞാൻ അറിയിക്കും. നിങ്ങളെന്താ വിചാരിച്ചത് എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ലെന്നോ? ഞാൻ ഡാഡിയോട് കാര്യങ്ങളെല്ലാം പറയും. അവൻ്റെ ബൈക്കിൻ്റെ നമ്പർ വരെ എനിക്കറിയാം. ആ ബൈക്കിൻ്റെ നമ്പർ കൊടുത്താൽ മതി ഡാഡിയുടെ കയ്യിലേക്ക്. ഡാഡി അവനെ കയ്യോടെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നിട്ട് നല്ല ഇടി കൊടുക്കും. താത്ത പറയുന്നത് പോലെ അവൻ സത്യങ്ങൾ മുഴുവനും തുറന്നു പറയും. പിന്നീടില്ലേ മഞ്ജിമപ്പേ നിങ്ങൾ പെട്ടു. നിങ്ങൾക്ക് പിന്നെ ആൾക്കാരുടെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് നടക്കാനായിട്ട് പറ്റില്ല. എല്ലാവരുടെ മുന്നിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ആളല്ലേ നിങ്ങൾക്ക് പിന്നെ രക്ഷയുണ്ടാവില്ല. നിങ്ങൾ പോകും, നിങ്ങൾ പാടുപെടും എന്ന രീതിയിൽ തന്നെ സംസാരിക്കണം. ഇത് കേട്ട മഞ്ജിമയ്ക്ക് മനസ്സിലായി ഇവൻ ആള് പുലിയാണ്. ഇവൻ്റെ മുന്നിൽ നമുക്ക് തല കുനിച്ച് നിർത്തിയാൽ മതിയാവുള്ളൂ. അപ്പോൾ മഞ്ജിമ തിരിഞ്ഞു നോക്കിയിട്ട് അല്ല ആദ്യം ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുകയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ഇഷിതയുടെ കാല് പിടിക്കണോ എന്ന് ചോദിച്ചപ്പോഴേക്കും വേണ്ട മഞ്ജിമപ്പേ, ഇഷിതയമ്മയുടെ കാലൊന്നും പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇഷിതാമ്മയ്ക്ക് നിങ്ങളൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണം. അയ്യോ ഞാനോ? പിന്നെ അല്ലാതെ ഞാനാണോ ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇഷിതാമ്മയ്ക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നോ അല്ലെങ്കിൽ നിങ്ങൾ കാല് പിടിക്കുന്നോ? നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. ഇത് കിട്ടുമ്പോഴേക്കും ശരി, ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവണ്ട, ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാം. അങ്ങനെ ചെയ്യുക. അങ്ങനെ നമ്മുടെ ആദ്യം ചിപ്പി ഇവിടെ നേരെ ഇഷ്ടത്തേക്ക് പോവുകയാണ്. എങ്ങനെയുണ്ട് വേദന ഒക്കെ ചോദിച്ചപ്പോഴേക്കും ഇപ്പം എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോഴാണ് ദേ മഞ്ജിമ ജ്യൂസായിട്ട് വരുന്നത്. ഇന്ന് ഇഷ്ടത്തെ ഈ ജ്യൂസ് കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടുകയാണ്. ജ്യൂസോ? അതെന്താ മഞ്ജിമ ചേച്ചി, എനിക്ക് ജ്യൂസൊന്നും വേണ്ട. അയ്യോ വേദന കൊണ്ട് പൊളഞ്ഞല്ലേ, ഇപ്പം വെച്ച് ജ്യൂസൊക്കെ കുടിക്കുക, ഇച്ചിരി ഉഷാറാവട്ടെ എന്ന് പറയാം. പക്ഷേ നമ്മുടെ ഇഷിതയ്ക്ക് കുറച്ചൊക്കെ പേടിയുണ്ട്. അപ്പോൾ നമ്മുടെ മഞ്ജിമ ചോദിക്കണം, എന്താ ഇഷിതേ ഞാൻ ജ്യൂസ് കൊണ്ടുവന്ന് നിനക്ക് പേടിയുണ്ടോ? നിനക്ക് സംശയമുണ്ടോ? ഞാൻ ഇതിലൊന്നും ചേർത്തിട്ടില്ല, നീ ഇത് കുടിച്ചോ, ധൈര്യമായിട്ട് കുടിക്കാൻ പറയാം. അപ്പോൾ ആദ്യമാണെങ്കിൽ ഇഷിതാമ്മേ പേടിക്കേണ്ട ഇഷിതാമ്മേ, അതിൽ വിഷമൊന്നും ചേർത്തിട്ടില്ല, ഇഷിതാമ്മേ കുടിച്ചോ, ഞാനല്ലേ പറയുന്നത്. അതെന്താടാ ആദ്യം നീ അങ്ങനെ പറഞ്ഞത്? ഞാനെന്താ അത്രയ്ക്കും ദുഷ്ടയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനത്തെ ഒരു പ്രവൃത്തിയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ചിപ്പി പറയാണ്, വേണ്ട ഇഷിതാമ്മേ, ഇവർ ദുഷ്ടസ്ത്രീയാണ്, കുടിക്കാൻ നിൽക്കരുത്, മഞ്ജിമാപ്പ ചീത്തയാ എന്ന് പറഞ്ഞപ്പോഴേക്കും ആദ്യം പറഞ്ഞാൽ ഇത്ര വിശ്വാസത്തോടെ, ഞാനപ്പോൾ ഇത് കുടിച്ചില്ലെങ്കിൽ ആദ്യക്ക് സങ്കടമാവൂലേ. അങ്ങനെ നമ്മുടെ ഇഷിത മഞ്ജിമയുടെ കയ്യിൽ നിന്നും ആ ജ്യൂസ് മേടിച്ചിട്ട് കുറച്ച് കുടിക്കണം, എനിക്കിനി മതിയെന്നും പറയണം. കണ്ടോ, ഇഷിതാമ്മയ്ക്ക് മതിയെന്ന് പറഞ്ഞു. ഇനി മഞ്ജിമപ്പ ആ ഗ്ലാസ് കൊണ്ട് വെച്ച് അത് കഴുകി വെച്ചിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയാം. ചെല്ല് ഇനി കൂടുതൽ ഇവിടെ നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമല്ല, ഓടിച്ചെല്ല് എന്ന് പറഞ്ഞ് മഞ്ജിമയെ അവിടെ നിന്ന് ഓടിക്കുകയാണ്. ആദ്യം മോനെ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അതങ്ങനെയാണ് ഇഷിതാമ്മേ, ഇന്നലെ മുതൽ ഇഷിതാമ്മയെ ദ്രോഹിക്കുന്നൊരു അപ്പജയായിരുന്നു അത്. ഇനി ഇഷിതാമ്മയെ ദ്രോഹിക്കുന്ന പ്രശ്നമില്ല, നമ്മൾ മഞ്ജിമപ്പ അങ്ങോട്ട് മാറ്റിയെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇഷിതാമ്മ എന്ത് പറഞ്ഞാൽ മഞ്ജിമപ്പ അതേപോലെ അനുസരിക്കുമെന്നും പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയാണെങ്കിൽ അന്തം വിട്ടിങ്ങ് നോക്കി നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.